ഹലോ, അസ്സലാമു അലൈക്കും. തറവാട്ടിലെ നോമ്പുതുറ. ഒരു നോമ്പുതുറൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അത് എൻ്റെ വീട്ടിലത്തെ നോമ്പുതുറയാണ്. അപ്പം നോമ്പുതുറ ആയപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഒരുക്കൂട്ടി നിന്നിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പത്തെ ചെമ്പട്ടിയും കാര്യങ്ങളൊക്കെ കഴുകി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതിന് ആവശ്യമുള്ള മെയിൻ സാധനം സവാള ഇല്ലാണ്ട് ഒരു പണി നടക്കില്ല. നമ്മൾക്ക് ബിരിയാണിക്ക് വേണം, കൊക്കവടക്ക് വേണം, സമൂസക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ബിരിയാണി സവാള ഒന്നാകെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കൂടി ഉഴുണ്ട ഇളാമാരും അനിയത്തിമാരെല്ലാവരും കൂടിയിട്ട് നമ്മൾ സവാള നന്നാക്കൽ, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അപ്പോൾ എല്ലാ ഭക്ഷണവും നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയത്. സാധനം കൊടുത്തുണ്ടാക്കൊന്നും പുറത്തുനിന്ന് ആക്കിയിട്ടില്ല. പൊരിക്കടിയും ബിരിയാണിയും അങ്ങനെ എല്ലാ ഐറ്റംസും. അതിന് വേണ്ടി ഇതാ ബിരിയാണിക്കുള്ള സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇഞ്ചി തൊലി കളഞ്ഞ് ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, അതൊക്കെ ബിരിയാണിക്കാണ്. അപ്പോൾ അതാ വെളുത്തുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളകുണ്ട്. അതപ്പോൾ എല്ലാം നമ്മളത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. കാലത്ത് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും തന്നെ എല്ലാവരും കൂടി ഇതാക്കിയാൽ തന്നെ അപ്പം തന്നെ കഴിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബിരിയാണിക്ക് വേണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിയും അത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടം പോലെ കൈകൾ അതിൻ്റെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോമ്പായതുകൊണ്ട് എല്ലാവരും തൊള്ളയ്ക്ക് റസ്റ്റ് ഉണ്ടാവും. അതിന് പച്ചമുളകൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള ഇത് വാട്ടി എടുത്ത് വയ്ക്കുകയാണ്, റോസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ട് അരി ഇടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കിയത് ഷൻസത പച്ചമുളക് ഒന്ന് വീണ്ടും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നൊന്നും കൂടി പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഇതേയും വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി അവർക്കുള്ള പണി അതായിരിക്കും. പിന്നെ സമൂസേൻ്റെ കൂട്ടുണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയത് എല്ലാം കൂടി നടക്കില്ല. കാരണം ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് നമ്മൾ അടുപ്പത്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് വാട്ടലും ഇതാക്കലായപ്പോൾ നമുക്ക് നടന്നിട്ടില്ല. പിന്നെ ഫില്ലിങ്സ് ചെയ്തത് ഞങ്ങൾ തന്നെ, ഞാനും എൻ്റെ അനിയത്തിമാരെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമൂസ നമ്മൾ ആൾക്കനുസരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ പൊരിച്ചത് നമ്മൾ വൈകുന്നേരമൊക്കെയാണ് കേട്ടോ. എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊരിയൊക്കെ കൊക്കവടൊക്കെ പൊരിച്ചു തുടങ്ങി. നല്ല ചൂടായിരുന്നു, മേലത്തെ ചൂട് അടിയത്തെ ചൂട്. അപ്പോൾ പൊരിച്ചിടാൻ വേണ്ടി കൊട്ടയുമായിട്ട് ഒരാൾ എത്തുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു. കാരണം എല്ലാവരും കുറേ നാളിന് ശേഷം എല്ലാവരും കൂടുമ്പോൾ, കാരണം എല്ലാവരും പിന്നെ എന്തെങ്കിലും സ്കൂളൊക്കെ തുടങ്ങി മദ്രസൊക്കെ ആർക്കും ഒഴിവുണ്ടാവില്ല. അത് പൊരിച്ചിട്ട് നമ്മൾ പാത്രത്തിൽ കൊക്കവടൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മുടെ പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഇതുപോലെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ആൾക്കാർ മാറി മാറി തുടങ്ങുകയാണ്. നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരി നമുക്ക് സെറ്റായി തുടങ്ങുന്നുണ്ട്. പിന്നെ സമൂസ പിന്നെ ആദ്യം തന്നെ പൊരിച്ചു, പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല. സമൂസ പിന്നെ പൊരിക്കാൻ പണിയില്ല, വേഗം ഇട്ടായി പോയി വരും. പിന്നെ നമുക്ക് ജ്യൂസിന് വേണ്ടി നമുക്ക് കക്കരിക്കയാണ് ജ്യൂസ്. പൈനാപ്പിൾ നമുക്ക് അവിടെ ചെത്തി ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം. നമ്മൾ മേലെയാണ്, തറവാട്ടിൻ്റെ മേലെയാണ് നമ്മൾ സുപ്രനൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 5-5:30 ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണം ബിരിയാണിയാണ്. പിന്നെ പൊരിക്കടി ഞാൻ പറഞ്ഞ പോലെ കൊക്കവട, സമൂസ, പഴംപൊരി ലൈറ്റൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഉണ്ട്, എളാപ്പാരുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നത്. ഷൻസത പൊരിയും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം സമൂസ കൊണ്ടുവരുന്നുണ്ട്. വേറൊരു എളാപ്പ പഴംപൊരിയും കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു രസം തന്നെയായിരുന്നു. ഫ്രൂട്ട്സ് ഷൻസ കൊടുന്നു. അപ്പോൾ എല്ലാവരും ഒഴിവനുസരിച്ചിട്ടാണ് നമ്മൾ ദിവസം ഇതാക്കിയത്. അപ്പോൾ എല്ലാവരും ഓക്കെ, എല്ലാവർക്കും രസമുള്ള കാര്യമല്ലേ. കുടുംബങ്ങളെല്ലാവരും ഒരുക്കി കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബും ഒരു രസം തന്നെയായിരുന്നു. പിന്നെ ഷൻസക്ക് ഞാനിതൊക്കെ വയ്ക്കണം എന്ന് പറഞ്ഞ് ഷൻസൊക്കെ തുടങ്ങിയിട്ടിട്ട് ഓരോരോ ഫ്രൂട്ട്സ് എടുത്ത് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇങ്ങോട്ട് പോകണ സൈസാണ്. അവൾക്കൊരു കണക്ക് കിട്ടില്ല. പിന്നെ പൊരികളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിരുന്നു. എല്ലാവരും ഇതൊരാളുടെ പ്ലേറ്റാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോതുപോലെയുള്ള എല്ലാവർക്കും ഓരോരോ പ്ലേറ്റാക്കി വെച്ച് കൊടുത്തിരുന്നു. അതുപോലെ നമുക്ക് ലൈമും കക്കരിക്ക ജ്യൂസ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഓരോരുത്തർ ഓരോ സൈഡിൽ പോയിട്ട് എടുക്കുകയായിരുന്നു. എല്ലാവർക്കും നമ്മൾ വിരിച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈമും പിന്നെ എന്താ പറയുക, കക്കരിക്ക ജ്യൂസ് ആയിരുന്നു. പിന്നെന്തൊക്കെയാണ് ഇപ്പം പേരക്ക് കുട്ടിയും കൂടി എന്തോ ഇരുന്ന് എന്നെ പറക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അവർക്ക് പല്ല് വേനെടുക്കേണ്ടത് കാരണം അതുകൊണ്ടായിരിക്കാം. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇരുന്നിട്ടാണ്. പിന്നെ ബാങ്കിന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇതിന് അയച്ചുമ്പോൾ കഴിക്കലൊക്കെ തുടങ്ങി. പിന്നെ എല്ലാവരും കൂടി നോമ്പൊക്കെ ഇറന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച്, കാരണം നമുക്ക് തറാവിക്ക് പോകാനുള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച്
എല്ലാവരും കുറേ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കാലത്താണ് പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയല്ല. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.